ആവർത്തനം 18:8 മുതൽ 13 വരെ. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത്. മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ, പ്രാശ്നികൻ, ലക്ഷണം പറയുന്നവൻ, ആഭിചാരക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാട്, ക്ഷുദ്രക്കാരൻ, മറ്റു സന്ദേശ വിദ്യക്കാരൻ എന്നിവരാരും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കരുത്. ഇത്തരക്കാർ കർത്താവ് നിന്നരാണ്. അവരുടെ ഈ മ്ലേച്ഛ പ്രവർത്തികൾ നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നത്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നീ കുറ്റമറ്റവനായിരിക്കണം. അടുത്ത് പറയാണ്, നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യരെയും പ്രാശ്നികരെയും ശ്രമിച്ചിരുന്നു, എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അതിന് അനുവദിച്ചിട്ടില്ല. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ അപ്പോൾ ഒരു കാരണവശാലും പറയണം ജ്യോത്സ്യന്, പ്രാശ്നികന് ഒരു അടുക്കൽ പോകരുത്. പോയിട്ടുണ്ടെങ്കിൽ ആ ഡെലിവറൻസ് പ്രയർ പിടിക്കണം. അപ്പോൾ അത് ഗൗരവമേറിയ കാര്യമാണ്. പ്രാർത്ഥിച്ച് അനുദപിക്കണം. അത് ഒരിക്കലും പോകരുത്. മരിച്ചാലും പോയേക്കരുത്. യൂട്യൂബിലൊക്കെ ആൾക്കാർ ഇങ്ങനെയുള്ള സെർച്ച് ചെയ്യുന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ. ഇതെല്ലാം പോകുമ്പോൾ എല്ലായിടത്തും പോയി നോക്കുകയാണ്. പ്രശ്നം വരുമ്പോഴത്തേക്കും എല്ലായിടത്തും കയറുകയാണ്. അതോടെ ബന്ധനത്തിലേക്ക് കയറുകയാണ്. പിന്നെ ആ വ്യക്തിക്ക് കൺഫ്യൂഷനാണ്. പിന്നെ വചനം കിട്ടത്തില്ല. വചനത്തിന്റെ വാതിൽ അങ്ങ് അടയ്ക്കും. ഇനിയിപ്പോൾ ഏറ്റവും വരാമെന്ന് വചനത്തിന്റെ വാതിൽ അടഞ്ഞു പോകുന്ന കാണുന്നത്. ബൈബിളിൽ പറയുന്ന ഒരു ബന്ധനം, ഒരു വചനം ഉണ്ടല്ലോ, ആ വചനം ഇപ്പോൾ നിറവേറാൻ പോകുന്നൊരു കാലഘട്ടം. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ എളിമപ്പെട്ട് കർത്താവിന്റെ പക്ഷത്തേക്ക് മാറി നിൽക്കുക. അപ്പോസ്തല പ്രവർത്തനം 28-ാം അധ്യായത്തിന്റെ 25, 26, 27 വചനങ്ങൾ. അവർ പരസ്പര അഭിപ്രായ വ്യത്യാസത്തോടെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, പ്രവാചകനായ യെശയ്യായിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങൾ പിതാക്കന്മാരോട് പറഞ്ഞിട്ടുള്ളത് ശരിയാണ്. നീ പോയി ഈ ജനത്തോട് പറയുക. നിങ്ങൾ തീർച്ചയായും കേൾക്കും, എന്നാൽ മനസ്സിലാക്കുകയില്ല. നിങ്ങൾ തീർച്ചയായും കാണും, എന്നാൽ ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുക അസാധ്യം. അത്രയ്ക്കും ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു. കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു. ഇതൊരു വലിയ ബന്ധനമാണ്. അത് എല്ലാം കേൾക്കാൻ പോകുമ്പോൾ, എല്ലായിടത്തും ധ്യാനിക്കാൻ പോകുമ്പോൾ, എല്ലാ ഗ്രൂപ്പിലും എല്ലാം പോകുമ്പോൾ അവസാനം വരാൻ പോകുന്ന ഒരു മൂടുപടം വന്നങ്ങ് വീഴും. ഈ പൈശാചികത ഉള്ളിൽ ഒരുപാട് കയറുമ്പോഴാണ് ഈ ടെൻഷൻ ഭയങ്കര കൂടുതലായിരിക്കും. ആങ്സൈറ്റി ഭയങ്കര, ആകുലത ഭയങ്കര കൂടുതൽ, ഓട്ടവരിയും ആർക്കും ഉറങ്ങാൻ സ്വസ്ഥത കിട്ടത്തില്ല. സഭാപ്രസംഗന്റെ പുസ്തകം 12-1 വചനം പറയും, ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദിനങ്ങളും നാളുകളും ആരംഭിക്കുന്നതിന് മുമ്പ് നിന്റെ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവ് ഒന്നിലും സന്തോഷം കിട്ടത്തില്ല. ഒരു കാര്യത്തിലും അവന് സന്തോഷം, ആത്മീയ കാര്യത്തിലും ഇല്ല, ഭൗതിക കുടുംബത്തിലും വീട്ടിലും ഒരിടത്തും സന്തോഷമില്ല. ഇതൊരു പൈശാചിക ബന്ധനം. ഈ തലമുറയെ കയറി പിടിക്കുന്നുണ്ട് ഈ വചനത്തിൽ. അപ്പോൾ ഈ 1-ാം പ്രമാണമൊക്കെ വളരെ സൂക്ഷിച്ചാണ്. ഈ നാളിൽ ഒരുപാട് പ്രലോഭനം വരും. ഈശോയെ തള്ളിപ്പറയാൻ, വിശ്വാസം ഉപേക്ഷിക്കാൻ ശക്തമായ പ്രലോഭനം വരും. അത് പിശാചിന്റെ പ്രലോഭനം. അത് വീഴാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക.